ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ ചില വിഷയങ്ങൾ മാത്രം ചെയ്തിട്ട് ചില വിഷയങ്ങൾ ഒതുങ്ങിക്കൂടുവാനല്ല, അതായത് എല്ലാ വിഷയങ്ങളിലും എന്നെ ഒന്ന് പങ്കാളിയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ. അതുപോലെ തന്നെ അവിടെ പറഞ്ഞൊരു വിഷയമുണ്ട്, നമ്മൾ വായിച്ച ഭാഗത്ത് തങ്ങളുടെ വസ്തു അതുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ പറയും കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാനല്ലേ പ്രവർത്തിച്ചോളാം, മറ്റുള്ള കാര്യത്തിന് എൻ്റെ ഇല്ല. പക്ഷേ പറഞ്ഞൊക്കെ ആ കാര്യം എന്നെ വളരെ ചുറ്റിപ്പാനിടയായി തീർന്നു. കാരണം ആ ഏലിയാവിനെ അയച്ചു സാരഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക്. അപ്പോൾ വിധവ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ കുറച്ച് മാവ് എനിക്ക് ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ഞാനും എൻ്റെ മകനും കഴിച്ചിട്ട് മരിക്കാനിരിക്കുക. പക്ഷേ ഈ ഏലിയ പറഞ്ഞൊരു കാര്യം, ആദ്യം നീ എനിക്കിതാ. നമ്മളാണെങ്കിൽ പറയും എന്തോ മനുഷ്യനാണ്, ഈ മനുഷ്യൻ്റെ ദർശനമില്ല, ഈ മനുഷ്യന് വെളിപ്പാടില്ല, ഈ മനുഷ്യന് യാതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പറഞ്ഞ വാക്ക് അവൾ അനുസരിച്ചു. ഒരു കാര്യം എന്നെ ദൈവാത്മ വിട്ടിരുന്നപ്പോൾ ഓർപ്പിച്ചു. കാരണം എന്താണെന്ന് പറയാം, അവൾ കൊടുക്കുവാന് അവൾ പണ്ടേ കൊടുക്കുന്നവളായിരുന്നു. അതുകൊണ്ടാണ് ഏലിയാവിനോട് പറഞ്ഞ, ഏലിയാവേ ഇത്രയും ക്ഷാമം ഇവിടെ നടന്നാലും ഇതിനെ പോറ്റുവാൻ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കൊടുപ്പ്. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, അവൾക്ക് അറിവ് വെച്ച കാലം മുതൽ കൊടുക്കുവാൻ തുടങ്ങിയവളാ. എനിക്കതുകൊണ്ട് അവളെ ഒന്ന് അനുഗ്രഹിക്കണം. കാണുന്നത് അവൾ കൊടുത്തതുകൊണ്ട് അവൾ കുറഞ്ഞു പോയില്ല, അവൾ അനുഗ്രഹിക്കപ്പെടുവാൻ. അതുപോലെ കൊടുക്കുന്ന മാത്രം ശുശ്രൂഷയല്ല, നാളുകളെ ഇറങ്ങി പുറപ്പെടുന്ന ശുശ്രൂഷ. പലപ്പോഴും ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമായോ, ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. കർത്താവേ ഇന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാലും ക്ഷീണങ്ങളെല്ലാം മാറി എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്ന് ഓടുവാൻ പ്രവർത്തിക്കുവാൻ എനിക്കൊരു പുതിയ അഭിഷേകം തരണമെന്ന് നാളുകളാ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം പറഞ്ഞ ദേവദാസിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക പ്രാർത്ഥിച്ച് വളരെ സമയം വളരെ കടന്നുപോയിരിക്കുന്നു. പ്രാർത്ഥിച്ച ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവങ്ങളുടെ വേറിയ പ്രാർത്ഥന പിന്നെയും ആവശ്യമാണ്. നിങ്ങളുടെ കൈത്താങ്ങൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ സ്നേഹം സഹകരണം എല്ലാം പിന്നെയും ആവശ്യമായി. എല്ലാവരും എന്ന് പറഞ്ഞ ഓരോ വചനങ്ങളും നമ്മൾ ഓരോന്നും ഏറ്റെടുക്കണം. ഒരു വചനം പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ട് മറ്റേ വചനം വിട്ടുകളയുമല്ല, എല്ലാം ഏറ്റെടുത്ത് നമ്മൾ ആരുടെ ദൈവത്തിന് കൊള്ളാവുന്നവരെ. ദൈവം എപ്പോഴും ഒരു പൂർണ്ണത, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ദൈവം എല്ലാത്തിലും ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്നു. സുവിശേഷ വേലയിൽ ഒരു പൂർണ്ണത, കൊടുക്കുന്നതിൽ ഒരു പൂർണ്ണത, പ്രാർത്ഥനയിൽ ഒരു പൂർണ്ണത, എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണത ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ പൂർണ്ണരായി തീരുവാന് നമ്മൾ ആളുകളെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുമേൽ പ്രാർത്ഥിച്ചായിരിക്കും. നമ്മളെ ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കാനുണ്ട്. ആ വിഷയത്തിൽ കുഞ്ഞുമേൻ്റെ ആ വിഷയം കൂടെ വെച്ച് പ്രാർത്ഥിക്കുക. നമ്മളെ വിട്ട ദൂരത്തായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, നമ്മുടെ സഭയിലുള്ളവർ, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കും. രണ്ട് മക്കൾക്കായി, കുടുംബങ്ങൾക്കായി, അവരുടെ സ്വസ്ഥതയെക്കുറിച്ചുള്ള ശത്രുവിന്റെ എല്ലാ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ നിന്ന് ഉടച്ചിരിക്കാൻ നമുക്ക് ദൈവത്തെ വരുന്ന ദിവസങ്ങളിൽ കർത്താവേ ശത്രുവിന്മേൽ ജയം കൊണ്ടാടിയ ദൈവം ഈ ഭവനത്തിന്റെ മേൽ, അവരുടെ വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിച്ചിരിക്കാൻ നമുക്ക് ദൈവത്തെ കർത്താവിന്റെ സന്നിധി നമ്മുടെ സ്തോത്രത്തോട് വെച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിപാലനം, കൃപയും ഐശ്വര്യം ധാരാളമായ വിഷയങ്ങളുടെ മേൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാവകാശം ഈ ഭവനത്തിന് മേലും ഇതിൽ കൂടി മക്കളുടെ മേലും നമ്മുടെ സഭകളുടെ മേലും കുടുംബങ്ങളുടെ മേലും നമ്മൾ ഇനി കണ്ടുമുട്ടുന്നവരെയും ദൈവത്തിന്റെ പരിപാലനം എല്ലാ വിഷയങ്ങളുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ.